ഞാൻ തരുന്ന വെള്ളം കുടിക്കണവന് ഒരിക്കലും ദാഹിക്കത്തില്ലെന്നാണ്. അതായത് മനുഷ്യൻ്റെ ഇൻറ്റീരിയോറിറ്റി, ആന്തരികത, അവൻ്റെ ജഡത്തിൻ്റെ അഭിവാഞ്ചകൾ, അതെല്ലാം കാലത്തിനനുസൃതമായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ദൈവം കണ്ടുപിടിച്ച ടെക്നോളജിയാണ്. അത് വളരെ നമ്മൾ വരെയും പരിശുദ്ധാത്മാവെന്ന് പറയരുത്. അത് ദൈവം ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്ത മനുഷ്യൻ്റെ ഈ സിസ്റ്റവും മനസ്സും അവൻ്റെ ജീവിതവും നിത്യജീവിതവും എല്ലാം ചെയ്തപ്പോൾ ഒരു നല്ല മെഡിസിനാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഞാൻ തരുന്ന വെള്ളം കുടിക്കണവന് ദാഹിക്കത്തില്ല, ദാഹം അവസാനിപ്പിച്ച് കളയും. അതായത് മനുഷ്യന് ഒന്നും മുതലാവാത്ത, പണ്ട് ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ പള്ളിത്തോട്ടി ഇരുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ 70 എന്നൊരു ഭ്രാന്തം വരുമായിരുന്നു എന്നെ കാണാൻ വേണ്ടി. എല്ലാവരും വരും, ഇടയ്ക്ക് ഭ്രാന്തന്മാരും വരും. അപ്പോൾ ആരെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കും, നമുക്ക് സമയമുണ്ടെങ്കിൽ. സമയം ഇല്ലെങ്കിൽ ഇപ്പോൾ ഓരോ കാര്യം ചോദിക്കുമ്പോൾ ആ ഭ്രാന്തം പറയും, നിനക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല, നിനക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ ചുമ്മാ കളി തമാശന് എന്നാൽ സീരിയസ് ആയിട്ടും ചോദിക്കും. അപ്പോൾ പറയും അങ്ങനെ ചെയ്താൽ കണക്ക് കൂട്ടിയാൽ മുതലാകത്തില്ല. അപ്പോൾ ഞാൻ പറയും നിനക്ക് കല്യാണം കഴിക്കാൻ പാടില്ല, കണക്ക് കൂട്ടിയാൽ മുതലാകത്തില്ല. എങ്ങനെ ഒന്ന് ചോദിച്ചാലും അവൻ പറയും കണക്ക് കൂട്ടിയാൽ മുതലാകത്തില്ലെന്ന് പറയും. അതുപോലെ അതായത് അവനെ വിളിക്കണത് തന്നെ അങ്ങനെയാണ്, കണക്ക് കൂട്ടിയാൽ മുതലാകത്തില്ല, ദൈവനോട് കണക്ക് കൂട്ടിയാൽ മുതലാകത്തില്ല. പക്ഷേ അവൻ ഭ്രാന്തൻ, അവൻ മാത്രമല്ല, എല്ലാം ഈ ടൈപ്പ് പാർട്ടിയാണ്. കണക്ക് കൂട്ടിയാൽ മുതലാകാത്ത ആൾക്കാരാണ് എല്ലാവരും തന്നെ. ഓരോ കാര്യം എടുത്തു കഴിയുമ്പോഴും അവർക്ക് മുതലാവത്തില്ല. ഇപ്പം ഈ 6 മാസം കഴിയുമ്പോൾ എന്തോടെ കമ്മലും കൊണ്ട് മാറണേ എന്താ? അത് കണക്കൂട്ടിയാൽ മുതലാകാത്തത് കൊണ്ടാണ്, ഭ്രാന്തി. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. അതായത് ഞാൻ ഈജിപ്തിൽ ചെന്ന കാര്യം നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കെയ്റോ മ്യൂസിയത്തിലും പോയി. എനിക്ക് മ്യൂസിയമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിവിടെയും വലിയൊരു മ്യൂസിയം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഇന്ത്യയിലെ ഏറ്റവും നല്ല മ്യൂസിയം, ലൈവ് മ്യൂസിയം. ഓപ്പൺ ആയിട്ടില്ല. എല്ലാ ക്രിസ്തീയ കലകളെയും അരമണിക്കൂർ കൊണ്ട് ലൈവ് പ്രോഗ്രാം പോലെ ഓഡിയോ വീഡിയോ എല്ലാം നല്ല സുന്ദരമായിട്ട് 70mm കാണിക്കും. അതിൻ്റെ ഓഡിയോ ആദ്യം പറയും, അതിൻ്റെ ചരിത്രം പറയും. ആ ഓഡിയോ കഴിയുമ്പോൾ ആ പ്രോഗ്രാം വിഷ്വൽ ചെയ്ത് കളയും. അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടർ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ലൈവ് മ്യൂസിയം. അപ്പോൾ ഞാൻ കെയ്റോ മ്യൂസിയത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എനിക്ക് ഈ മമ്മികളെ പണ്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മമാരല്ല കേട്ടോ, മമ്മികളെന്ന് പറയണത് ഡെഡ് ബോഡീസ്. അതായത് ഈ ഫറവോയും ഈജിപ്ഷ്യൻ കിങ്സ് ഉണ്ടല്ലോ, ഫറവോ, അവരുടെ ഭാര്യമാരെ, അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ഇവർ മരിച്ചു കഴിയുമ്പോൾ അങ്ങനെ തന്നെ കൊണ്ടുപോയി ഈ തല തുരന്നിട്ട് തലച്ചോറെല്ലാം ക്യൂസ് ചെയ്ത് കളയും. വയറ് പൊളർന്നിട്ട് കുടലും ആമാശയും അങ്ങനെ തന്നെ എടുത്ത് മാറ്റും. എന്നിട്ട് അറക്കപ്പൊടിയും ചാരായവും നൈൽ നദിയിൽ നിന്ന് എടുക്കുന്ന ഒരു തരം പുല്ലിൻ്റെ കറയും കൂടി അകത്തെല്ലാം പെരട്ടി വെക്കും. എന്നിട്ട് തുന്നിക്കെട്ടിയിട്ട് കൊണ്ടുപോയി 72 ദിവസം മരുഭൂമി കുഴിച്ചിടും. അപ്പോഴെന്നിട്ട് അതിലൊരു വെള്ളമെല്ലാം വാർന്നു പോയിട്ട് ഒരു ഉണക്ക സംഭവമായിട്ട് ഇത് കിട്ടും. എന്നിട്ട് ഇതിനെ അവർ സ്വർണം കൊണ്ട് പൊതിയും. 123 കിലോ സ്വർണം കൊണ്ടാണ് തൂത്തങ്കാമിനെ പൊതിഞ്ഞിരിക്കണം. നമുക്ക് കാണാം അന്നത്തെ സുന്ദരമായ സ്വർണം, നല്ല മഞ്ഞത്തങ്കത്തിലാണ്. 4000 കൊല്ലം പഴക്കമുണ്ട് ഡെഡ് ബോഡിക്ക്. ഞാൻ ഈജിപ്തിൽ ഇന്നാൾ വിപ്ലവം ഉണ്ടായപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച്, കർത്താവേ എവിടെ വിപ്ലവം ഉണ്ടായ മ്യൂസിയത്തെ ബമ്പ് വിടരുത് എന്ന് പ്രാർത്ഥിച്ച്. കാര്യം മ്യൂസിയം അവരുടേതല്ല, മനുഷ്യരാശിയുടെ മൊത്തമാണ്. മനുഷ്യ അവരുടേതല്ലല്ലോ. ഇപ്പോൾ ഇന്ന് ജനിച്ചിരിക്കുന്ന പൊട്ടന്മാരുടെതൊന്നുമല്ലല്ലോ. അത് മനുഷ്യരാശിയുടെ ഹോൾ ട്രഷറാണ്, ലോകത്തിലുള്ള പൈതൃകമാണ് സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സത്യമായിട്ട് പ്രാർത്ഥിച്ചു അതിന് കുഴപ്പമുണ്ടോ വരല്ലേ എന്ന്. എന്നിട്ടൊരു ബോംബ് അതിൻ്റെ അടുത്ത് വീണ് വിശ്വത്തിൻ്റെ ഒരു ഭാഗം പുകയിറക്കരിയായിട്ട് പിന്നീട് ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു. എന്നാൽ അകത്ത് കുഴപ്പമില്ല. അപ്പം ഞാൻ ചെല്ലുമ്പോൾ നമുക്ക് 2-3 ദിവസം വേണം ഇതിൻ്റെ അകത്ത് മുഴുവനും പോകാൻ. എനിക്ക് 1 മണിക്കൂറേ കിട്ടിയുള്ളൂ, സ്റ്റാർട്ടിങ്ങിൽ അത്രേ വന്നുള്ളൂ. അപ്പോൾ ഞാൻ അത്യാവശ്യം കണ്ട മമ്മീസ് തന്നെ എല്ലാത്തിനെയും കണ്ടു. ഫ്രഞ്ചുകാർ ഡിസൈൻ ചെയ്തിരിക്കുന്ന മ്യൂസിയമാണ്, അല്ല ഈജിപ്ഷ്യൻ മ്യൂസിയം എന്തെങ്കിലും ഫ്രഞ്ച് ടെക്നോളജിസ്റ്റാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ഇതുള്ളതാണ് ആ മ്യൂസിയത്തിന്. അപ്പോഴവിടെ മുതല, പഴയ 4000 കൊല്ലം മുമ്പ് നൈതനിലുണ്ടായിരുന്ന മുതല, വലിയ ബ്രാല് എല്ലാം. ഈ അന്നത്തെ കാലത്തെ മനുഷ്യൻ്റെ മെയിൻ പരിപാടിയായിരുന്നു എന്ത് കിട്ടിയാലും അവർ മമ്മിയാക്കി കളയും. അതിൻ്റെ ഇടയ്ക്കാണ് ഈ രാജകുമാരിമാരുടെയൊക്കെ സ്വർണ്ണങ്ങളിരിക്കണത്.
അപ്പോൾ രാജകുമാരിമാരുടെ സ്വർണം കണ്ടപ്പോഴാണ് എനിക്ക് ഒരു തലക്ക് പാറ്റൽ വന്നത്. കാരണം ഞാൻ ദൈവമേ, ഇത്രയും പുരാതനമായ 4000 കൊല്ലം പഴക്കമുള്ള മമ്മികളെല്ലാം അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ ജോസ്കോയിൽ ഇരിക്കുന്ന സാധനം തന്നെ. ജോസ്കോയിലും ഭീമനും ഇരിക്കണ ആ പറ്റ് കടന്നക്കുടി പോലെ ഇരിക്കുന്ന സംഭവം ഇല്ലേ, കടന്നക്കുടി പോലെ ഇരിക്കുന്ന സാധനമില്ലല്ലേ പറ്റില്ല, ആ സാധനമൊക്കെ ഇരിക്കണം അവിടെ. ഞാൻ ദിവന്മാർ ജോസ്കോന്ന് അടിച്ചു മാറ്റിയതായിരിക്കും ഇത്. അപ്പം തിരക്കിപ്പോൾ എന്താ സംഭവം എന്നറിയാവുക, ജോസ്കോയൊക്കെ അവിടെ നിന്ന് അടിച്ചു മാറ്റിയതാ. അപ്പം ഞാൻ സഭാപ്രസംഗിനെ കൊടുത്ത്, ദൈവമേ, ഈ ഭൂമി സൂര്യന് താഴെ പുതിയതൊന്നുമില്ല. ഇപ്പം വലിയ ഭംഗിയായിട്ട് ഇങ്ങനെ പറ്റുതാലി പോലെയൊക്കെ പറ്റൊക്കെ നെക്കിട്ട് വരണില്ലേ, അതെല്ലാം 4000 കൊല്ലം പഴക്കമുള്ളതാണ്. ഇപ്പം ഇട്ടുകൊണ്ട് വന്നിട്ട് ഫാഷനായിട്ടാണ് നടക്കുന്നത്. എന്ത് വല്ല മമ്മി ഇട്ട സാധനമാണേ. അതെന്തിനു പറയണം, നമ്മുടെ ആ ഷോർട്ട് ടോപ്പില്ലേ, ഇപ്പം അതിൽ ഇറങ്ങിയിട്ട് പോയി, ആ ഷോർട്ട് ടോപ്പ് പോയെന്ന് തോന്നല്ലേ. ഒരു സമയത്ത് ജീൻസും ഷോർട്ട് ടോപ്പും കൊണ്ട് നടക്കിയിരുന്നു. അപ്പോൾ ഇവിടെ ഷാജിൻ കരുണിൻ്റെ ഒരു ഫിലിം നടത്തിയപ്പോൾ ഷാജിൻ കരുണിൻ്റെ കുട്ടിസ്രാങ്കിൻ്റെ ചവിട്ടനാടകം എല്ലാം നമ്മളാണ് ചെയ്തത്. അപ്പോൾ ആ ഫിലിമിന് മുമ്പ് ഷാജി ഇവിടെ വന്നിട്ട് എൻ്റെ ഇടയ്ക്ക് 52 കൊല്ലം മുമ്പുള്ള കഥയാണത്. 52 കൊല്ലം മുമ്പ് കടലോരത്ത് തറവാടി അമ്മാമ്മമാർ ഉപയോഗിച്ചിട്ടുള്ള ആ ഫോട്ടോസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫോട്ടോസ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കടലോരത്തെ കഥയായ കാരണം അവിടെ പണ്ടത്തെ മരിച്ചടക്കിന് പണ്ടൊരു പരിപാടി ഉണ്ടായിരുന്നില്ല. മരിച്ചടക്കി കഴിയുന്ന സമയത്ത് ഡെഡ് ബോഡി കിടത്തിയിട്ട് എല്ലാ ബന്ധുക്കളെയും കൊണ്ട് ലാസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക. ആ പാത്ത് നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്ന പരിപാടിയില്ലേ, 4 കാലം വെച്ചിട്ട് ഇത് പാത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ആ അത്തരം ഫോട്ടോ കുറേ കളക്ട് ചെയ്ത് പഴയ വീടുകളിൽ നിന്ന് അത് കൊണ്ടുവന്ന് കമ്പ്യൂട്ടറിലിട്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ അമ്മമാർ ചട്ടയൊക്കെ ഇട്ട് നിൽക്കണമല്ലേ. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ കൂടെ ഇത് ഷോർട്ട് ടോപ്പ് അല്ലേ. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ദൈവമേ, നമ്മുടെ ഇന്നത്തെ ഷോർട്ട് ടോപ്പ് പണ്ടത്തെ ചട്ടയാണ്. അതാണ് സംഭവം. അതായത് നമ്മൾ ഷോർട്ട് ടോപ്പൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കണില്ലേ, പണ്ടത്തെ വല്യമ്മമാരുടെ ചട്ട ഇട്ടുകൊണ്ട് നടക്കണേ. ഓരോ ഗമ കണ്ടില്ലേ മനുഷ്യൻ്റെ. അതാണ് പറഞ്ഞത്. അതാണ് സഭാപ്രസംഗം പറയണത്. പണ്ടുണ്ടായിരുന്നത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, ഒന്നും പുതിയതില്ല എന്ന് പറയണത്. അതായത് ഈ പുതിയ സാധനങ്ങൾ കൊണ്ട് എൻ്റെ ഔന്നത്യം എസ്റ്റീം ഞാൻ കീപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മൾ അനുകരിക്കണത് പഴയത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈശോ പറയണത്, അങ്ങനെ പുതിയത് മേടിച്ചാൽ പുതിയതാണെന്ന് നിനക്കേ തോന്നണുള്ളൂ, ദൈവത്തിനൊന്നും തോന്നണില്ല. അത് പണ്ടത്തെ തന്നെയാണ് നീ ഇപ്പോൾ കൊണ്ടുപോകണം. പക്ഷേ പുതിയതിൻ്റെ പുറകെ നീ പോയാൽ എന്ത് പറ്റും, ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കാൻ. അപ്പോൾ ആ സമരക്കാരത്തേക്ക് കണക്ക് കൂട്ടിയിട്ട് മുതലാഞ്ഞിട്ടാണല്ല പുതിയ ആണുങ്ങളെ പിടിച്ചോണ്ട് നടന്നത്. സെയിം തിങ്ങാണ്. അതും ഒരു ഭ്രാന്തിയാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് അതുകൊണ്ടാണ് ഈശോ പറയണത്, ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. എന്നിട്ട് ഈശോ പറയും, കാര്യം മനുഷ്യന് ഇങ്ങനൊരു ദാഹമുണ്ടെന്ന് കണ്ടെത്തിയത് തന്നെ ഈശോയാണ്. ഈശോ അല്ലാതെ വേറെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. മനുഷ്യന് ഇങ്ങനെ ഒരു ഭ്രമം, ഇത് നമ്പൂതിരിമാർ കമ്പമെന്ന് പറയും, പിന്നീട് മലയാളത്തിൽ ഭ്രമമായി. ഈശോ അതിനെ ദാഹം എന്നാണ് പറയണത്. കാര്യം ആന്തരികമായൊരു വിഷയമാണ്, അല്ല പുറമേയുള്ള കമ്പമല്ല. അത് രക്തത്തിൽ വാസനയിൽ വന്നിട്ടുള്ളതാണത്. വാസനാപരമായിട്ടുള്ള ഒരു വിഷയമാണ്. ഈ വാസനാപരമായ ആന്തരികമായ ഒരു കൊസ്റ്റ് അതെപ്പോഴും നമ്മൾ അഭിഷേകം ഉപയോഗിച്ചുകൊണ്ട് അതിനെ സബ്സിഡി ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ ഭ്രാന്തന്മാരെ പോലെ ആ ട്രാവലർ why do you go to river since river itself is a thirst. ഹരിചന്ദ്ര ചതോപാധ്യായയുടെ പഴയ കവിത ഞാൻ എപ്പോഴും ഉദ്ധരിക്കുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ട കവിതയാണ്. അല്ല ബംഗാളിയാ. അതായത് ഹോ ട്രാവലർ why do you go to river since river itself is a thirst. ഓ യാത്രക്കാരാ, പുഴ തന്നെ ഒരു ദാഹമായിരിക്കെ നിന്റെ ദാഹം ശമിപ്പിക്കാൻ നീ പുഴയിലേക്ക് പോകുന്നുവെന്ന്. അതുപോലെയാണ് സിഗരറ്റ് ഉപയോഗിക്കുന്നവരും മദ്യം ഉപയോഗിക്കുന്നവരും മദ്യത്തിൻ്റെ സ്ഥാനത്ത് ഫാഷൻ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നവരും ചെരുപ്പുകൾ ഉപയോഗിക്കുന്നവരും എല്ലാം ഇപ്പോഴെല്ലാം അങ്ങനെയല്ലേ വന്ന് യൂസാന്തരം ആയത്. ഇപ്പം എല്ലാം ഡിസ്പോസിബിൾ അല്ലേ. കൺസ്യൂമറിസം ഡെവലപ്പ് ചെയ്ത് അവസാനം യൂസാന്ത്രോയായി. യൂസ് ആൻഡ് ത്രോ. പിന്നെ എന്താ ഡിസ്പോസിബിൾ. പുതിയ വാക്ക് വന്നില്ലേ. ഈ പുതിയ വാക്ക് എങ്ങനെ വന്നത്? ഈശോ ഇതിനെ വിളിക്കണം, ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും, അവൻ ഡിസ്പോസിബിൾ ആകും.
ഇപ്പോൾ വന്ന് ഭാര്യമാരെ ഡിസ്പോസ് ചെയ്യാൻ തുടങ്ങി, ഭാര്യമാരെ യൂസാൻ തുടയായി, ഭർത്താക്കന്മാരെ യൂസാൻ തുടയായി. മനുഷ്യ എങ്ങോട്ട് പോണേ ഇല്ലേ? ഇപ്പോൾ വന്ന് നമ്മൾ ഉപകരണങ്ങൾ മാറ്റിയിട്ട് ഭാര്യമാർ യൂസാൻ തുടയായി. അങ്ങനെയാണെങ്കിൽ വനിതാ കമ്മീഷനിൽ എന്തുമാത്രം കേസ് കെട്ടി കിടക്കണം? യൂസാൻ തുടയാണത്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ യൂസാൻ തുടയായി. ഇപ്പം നമ്മൾ എങ്ങനെ ജീവിക്കാമെന്നല്ല കല്യാണം കഴിക്കണത്, കാനഡയിൽ എങ്ങനെ പോകാൻ പറ്റുമെന്നല്ലേ കല്യാണം കഴിക്കണതിൻ്റെ ഉദ്ദേശം. എല്ലാ കല്യാണത്തിൻ്റെ ഉദ്ദേശം ഇപ്പോൾ കല്യാണത്തിൻ്റെ ലക്ഷ്യങ്ങൾ തന്നെ മാറിയില്ലേ? വിവാഹത്തിലുണ്ടാകുന്ന കല്യാണത്തിൻ്റെ നിർവചനം തന്നെ ഇനി മാറ്റേണ്ടി വരികയാണ്. എന്താണ്? വിവാഹത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പുണ്യപൂർണ്ണമായി വളർത്താനും മാതാപിതാക്കന്മാർ തമ്മിൽ മഠം വരെ വേർപിരിയാതിരിക്കാനും ഈശോമിശിഹാ സ്ഥാപിച്ച കൂദാശയാകും. നീ കൂദാശ വേണ്ട. കാനഡയിൽ എങ്ങനെ പോകാൻ പറ്റും? അതിന് PR ഉണ്ടോ? അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ എങ്ങനെ പോകാൻ പറ്റും? അവിടെ വിസ, ഫാമിലി വിസ ഉണ്ട്. ഫാമിലി വിസ ഉണ്ടാകുന്നതിനും അതിൽ PR കിട്ടുന്നതിന് വേണ്ടിയുള്ള തൽക്കാലത്തേക്കുള്ള പരിപാടിയാണ് വിവാഹം. അങ്ങനെ വന്നില്ലേ? എല്ലാവരും അങ്ങനെയാണ്. നിങ്ങൾ അമ്മമാരും പെൺമക്കളെ കെട്ടിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ പിന്നിൽ ഇതുണ്ട്. വിവാഹത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പുണ്യപൂർണ്ണ വളർത്തുന്നത് നിങ്ങളുടെ ചിന്തയിലില്ല. മാതാപിതാക്കന്മാരും തമ്മിൽ മരണം വരെ വേർപിരിയാതിരിക്കണം നിങ്ങളുടെ ചിന്തയിലില്ല. കാനഡയും PR-ഉം ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ഒക്കെയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ഇതുകൊണ്ടാണ് അപ്പോൾ യൂസാൻ ത്രോയായിപ്പോയി. ദൈവഭവനമല്ല, ദൈവ മക്കളല്ല, ദൈവ കുടുംബമല്ല. തിരിച്ചു വരാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയണത്, കാള തൻ്റെ യജമാനെ അറിയുന്നു, കാള യജമാനെ അറിയുന്നു, പക്ഷേ എൻ്റെ ജനം എന്നെ അറിയണില്ല എന്ന് പറഞ്ഞില്ലേ? ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക. ശ്രുതിയുടെ ഹല്ലേലൂയ.